ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. 2 സ്വീറ്റ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് അറബിക് സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നട്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദ, ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പ്, അതിൽ 2 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാവിൽ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എക്സ്ട്രാ മധുരം ചേർക്കുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ പീനട്ട് കടല എടുത്തിരിക്കുന്നത്, വറുത്ത കടലയാണ്. പിന്നെ ഇതിനായിട്ട് ഒരു 15 ബദാമും കൂടി എടുത്തിന്. നട്ട്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. പീനട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കുക, ബദാം മാത്രമാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മിക്സ്ഡ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതിൽ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിന്. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞു വേണ്ടിയത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കുന്ന മാതിരി തോന്നും, പക്ഷേ വളരെ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വരുമ്പോൾ ഒരു നല്ലൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ടെക്സ്ചറായിട്ട് വരണം. അതാ ഇതേപോലെ വരണം, എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ. അത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിലും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് അങ്ങനെ എടുക്കരുത്. കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു കട്ടിക്ക് ആക്കിയാൽ മതി. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ 7 ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയിട്ട് എടുക്കാം. അതിൽ നിന്ന് പരത്തുന്ന സ്ഥലത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ റൗണ്ട് ആക്കിയിട്ടൊന്ന് പരത്തിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റത്തത് ഞാൻ ഈ ഒരു വലിപ്പത്തിൽ പരത്തി. ഇനി ബാക്കിയുള്ളത് ഇതേ വലുപ്പത്തിന് തന്നെ ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഇതിപ്പോൾ 7 ബോൾസ് ഞാൻ പരത്തിയിട്ട് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗീയോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക. ഗീയും ബട്ടറും ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ ഒന്ന് അപ്ലൈ ആക്കി കൊടുത്താൽ മതി. ഞാൻ എല്ലാത്തിൻ്റെ മുകളിലേക്കും കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൊടി എടുത്തിട്ടൊന്ന് തൂക്കി കൊടുക്കുക. ഇത് അട്ടിക്ക് വെച്ചിട്ടാണ് ഇനി നമ്മൾ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ മുകളിലേക്കും കുറച്ച് മൈദപ്പൊടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി ഓരോന്നായിട്ട് ലെയറാക്കിയിട്ട് തുടങ്ങാം. നമുക്ക് ഒന്നിൻ്റെ മുകളിലേക്കൊന്ന് തിരിച്ച് വെച്ചെടുക്കുക. അതായത് നമ്മൾ ബട്ടർ പുരട്ടി വെച്ചത് തിരിച്ചിട്ട് വെച്ചുകൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ഇതേപോലെ ഒന്ന് അട്ടിക്ക് വെച്ചുകൊടുക്കുക. ഇതിപ്പോൾ എല്ലാം ഞാൻ അതേപോലെ ഒന്ന് അട്ടിക്ക് വെച്ച് കൊടുത്തേനി. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഒന്ന് പരത്തിയിട്ട് എടുക്കാം. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ശേഷം നമുക്ക് നല്ല ലെയറായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. നമ്മൾ ഇതിലേക്ക് നമ്മൾ മാവ് കുഴക്കുമ്പോൾ ഗീ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മളെ സ്നാക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഇത് നല്ല നീളത്തിൽ തന്നെ, ഞാൻ ഇത് റൗണ്ടിലൊന്നല്ല നല്ല നീളത്തിൽ തന്നെയാണ് ഒന്ന് പരത്തിയിട്ട് എടുക്കുന്നത്. നമുക്കിത് റോള് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ ഞാൻ ഒന്ന് പരത്തിയിട്ട് എടുത്തിന്. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി മതി, അതൊന്ന് തൂക്കി കൊടുക്കുക. ഇത് കുറച്ചും കൂടി നീളത്തിൽ പരത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ പൊടിയിട്ട ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതാണ്.
നല്ല നേരിയതായിട്ട് പരത്തരുത്, നല്ല തിന്നായിട്ട് പരത്തരുത്. ചെറിയൊരു തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് നമുക്ക് റോള് ചെയ്തിട്ട് എടുക്കാം. ഇതേപ്പം ഞാൻ റോള് ചെയ്തിട്ടെടുത്ത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊക്കെട്ടെ നല്ല ലെയറായിട്ട് നമ്മൾ മാവ് അട്ടിക്ക് വെച്ചതുകൊണ്ട് തന്നെ നല്ല ലെയറായിട്ടാണ് നമുക്കിതിൻ്റെ ഉൾഭാഗം കിട്ടാൻ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിന്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുത്തിട്ട് വേണം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് റൗണ്ട് ആക്കിയിട്ട് വെച്ച ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് പരത്തിയ ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ നട്ട്സ് ഫില്ലിംഗ് ഇല്ലേ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലാണ് ആക്കിയിട്ട് എടുക്കുന്നത്. ഏത് ഷേപ്പിലാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് എടുക്കാം. അതാ ഫസ്റ്റത്തെ റെഡിയായി. ഇനി അടുത്തതും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കിയിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക. ഇപ്പോൾ 1 ടീസ്പൂണില്ല, ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള ഫില്ലിങ്സ് മാത്രമേ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ്സാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മളെ ഫില്ലിങ്സ് ഒന്നും പുറത്ത് കാണാത്ത രീതിക്ക് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എനിക്കിപ്പോൾ എളുപ്പത്തിൽ തോന്നിയ ഷേപ്പല്ല ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ ഒരു പ്ലേറ്റിൽ നമ്മൾ എവിടെയാണോ വെക്കുന്നത് ആ പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് മൈദ തൂക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ആ പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഒന്ന് വെച്ചുകൊടുത്തിന്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ അധികം ഒഴിച്ചിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ ഓരോ സ്നാക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഒരു സൈഡ് ഇത് ജസ്റ്റ് കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് നല്ല കളർ ചേഞ്ച് ആയിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫില്ലിങ്സ് വെച്ച ശേഷം സൈഡ് ഭാഗിൽ നല്ലോണം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഫില്ലിങ്സ് പുറത്തായിട്ടൊന്ന് ഫ്രൈ ആയി പോവും. അതുകൊണ്ട് നല്ലോണം തന്നെ ഒട്ടിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളെ സ്നാക്കിൽ ജസ്റ്റ് കളറൊക്കെ മാറി വന്നിന്. ഇനി നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്താ പറയുക നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. ഞാൻ ഇപ്പോൾ കാരമൽ സോസാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാരമൽ സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കാരമൽ സോസ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാരമൽ സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണമെങ്കിൽ ഒഴിക്കാം. പിന്നെ കാരമൽ സോസ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വിത്തൗട്ട് ക്രീമും വിത്ത് ക്രീമും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമുക്ക് എത്രത്തോളം സോസ് വേണം ആ രീതിക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഇത് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. കാരണം ഉള്ളിലും നല്ല മധുരമാണ്. അതേപോലെ തന്നെ കാരമൽ സോസ് നമ്മൾ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴും അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടും പിന്നെ ഉൾഭാഗത്ത് നമ്മൾ നട്ട്സൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ഇനി അടുത്തത് ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി കാണാം. ഇത് വെർമിസെല്ലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ച ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നമ്മൾ വെർമിസെല്ലി ചേർത്ത് കൊടുക്കുക. വെർമിസെല്ലി നേരിയ വെർമിസെല്ലി ഇല്ലേ, തിന്നായിട്ടുള്ള വെർമിസെല്ലി റോസ്റ്റ് ചെയ്തതാണ്. അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മിക്സിയിലൊന്നിട്ട് പൊടിക്കരുത്, കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തിന്നായിട്ടുള്ള വെർമിസെല്ലിനെ എടുക്കാൻ ശ്രമിക്കണം. നമ്മൾ സേമിയ പായസം വെക്കുന്ന ആ പോലത്തെ കുറച്ച് തിക്കായിട്ടുള്ള വെർമിസെല്ലി എടുക്കരുത്.
ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തിന്നായിട്ടുള്ള തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് കളർ ചേഞ്ചായി നല്ലോണം റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെർമസെല്ലല്ലേ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെർമസെല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു റേഷ്യോയിൽ തന്നെ വേണം നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാൻ. 1 കപ്പ് എടുക്കുമ്പോൾ 1/4 കപ്പ് ആ ഒരു രീതിക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരുപാടിട്ട് മിക്സ് ആക്കിയിട്ട് നിൽക്കരുത്. ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കൊന്ന് ഫ്ലെയിം വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് വെക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് ചൂട് ആറുന്ന മുന്നേ തന്നെ, അതായത് ചൂട് മാറുന്ന മുന്നേ നമുക്കിതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ മരുന്നിൻ്റെ എല്ലാം ഒരു പ്ലാസ്റ്റിക് മൂടിയില്ലേ, അതിൽ വെച്ചിട്ടാണ് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് മൂടിയിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ്സാക്കിയിട്ട് ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട് സ്പൂണോട്. കൈ കൊണ്ട് തൊടുമ്പം ചെറുതായിട്ടൊന്ന് പൊള്ളുമല്ലോ, അതുകൊണ്ട് സ്പൂണോട് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് പ്രസ്സാക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടിയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതായത് ആ മുടിയിൽ ഫസ്റ്റ് തന്നെ നട്ട്സ് ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ ഈ വെർമസെല്ലി വെച്ചിട്ടൊന്ന് പ്രസ്സാക്കിയ ശേഷം ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഞാൻ ഇപ്പം നട്ട്സ് ഇട്ട് കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒരു മുടിയിൽ വെച്ചിട്ട് പ്രസ്സാക്കിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇത് കൈകൊണ്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഇപ്പം കാണാൻ ഭംഗി ഇങ്ങനത്തെ ഒരു ഷേപ്പല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിലിട്ടിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്തിട്ടെടുത്താലും മതി. ഇപ്പം ഇതാ അടിപൊളി തന്നെ ഷേപ്പാക്കിയിട്ട് കിട്ടീനെ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വെർമസെല്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. തിന്നായിട്ടുള്ള വെർമസെല്ലി മിൽക്ക് മെയ്ഡ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇങ്ങനത്തെ സ്വീറ്റ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.